ഞങ്ങൾ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ പാലക്കൊമ്പ് വെട്ടാൻ വേണ്ടി പോകുന്നത്. വെളിച്ചപ്പാട് ആന എല്ലാം കൂടെ വഴിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞിടവഴിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെട്ടു. ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ ഊരി ചേച്ചിയുടെ മോനെ വിളിച്ച് അവിടെ വഴിക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പാലക്കൊമ്പ് വെട്ടി താഴെ വീഴാൻ പാടില്ല തോന്നുന്നു വെട്ടിയിട്ട സാധനം. അതിനെന്തൊരു ശാസ്ത്രമുണ്ട് അതിനെ പറ്റി. അതിന് വേണ്ടി എനിക്ക് വലിയ കാര്യമായ അറിവൊന്നുമില്ല. അങ്ങനെ വിളക്ക് കൊളുത്തി ചിരാത് കത്തിച്ചു. പാലക്കൊമ്പ് വെട്ടിയതിന് ശേഷം അവിടെ വെളിച്ചപ്പാടന്മാരൊരു സ്പെഷ്യൽ ഡാൻസ് എന്തോ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല കേട്ടോ, എന്താ ഏതാണെന്നുള്ളത്. അത് കുറച്ച് നേരം താഴമ്പാകം എന്തോ കൂട്ടിയിട്ട് അങ്ങനെ അവരൊന്ന് കുറച്ച് നേരം ഡാൻസ് കളിക്കും. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ പൊന്ന് പറയണ്ടല്ലോ, കാല് വേദനിക്കും അമ്മയെന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവർ ഡാൻസ് കഴിഞ്ഞ പാടെ പിന്നെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അരിയും പൂവും എല്ലാവരെയും പിന്നെ അവരുടെ കാര്യം കാലെടുത്ത് പോകുന്ന കുട്ടികളല്ലേ, അപ്പോൾ അവർ അരിയും പൂവും വാരാൻ വേണ്ടി എൻ്റെ മക്കളേന്ന് വാരാൻ വന്നപ്പോൾ ഫുള്ള് മെണ്ണയായിരുന്നു കേട്ടോ. കുറച്ച് നേരം പിടിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഇതുവരെ പിടിച്ചിട്ടുള്ളൊരു ശീലമില്ല. അങ്ങനെ നമ്മളൊരു 7 മണി അടുപ്പിച്ച് അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടോ. അമ്പലത്തിലോട്ട് അമ്മയും